അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ലെവൽ, വാട്ടർ ലെവൽ തന്നെയാണ് കേട്ടോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ലെവലൊക്കെ മുകളിലാണ് കിടക്കുന്നത്, എല്ലാം ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത്. ടോപ്പിൽ പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രീനിൻ്റെ താഴെ ആയിരിക്കണം നിൽക്കേണ്ടത് കേട്ടോ. ഒരുപാട് മുകളിൽ പോയി മുട്ടി നിൽക്കരുത്, ഫുള്ളായിട്ട് നിറച്ചിടരുത് ബാറ്ററി ഒരിക്കലും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ആ സിമ്പിൾ കണ്ട മുകളിലാണ് കിടക്കുന്നത്, അതിൻ്റെ താഴെ ഒരു റെഡ് ഒരു ലൈൻ കാണാം. ആ ലൈനിലേക്കൊന്നും എത്തരുത് കേട്ടോ. ദയവേത് അപ്പോൾ എത്തുമ്പോഴേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം. വാട്ടർ പറഞ്ഞാൽ സാധാ വാട്ടർ അല്ല, ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മൾ ബാറ്ററിയിൽ ഒഴിക്കുന്ന വാട്ടർ നമ്മളെ പമ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. 6 ലിറ്ററിന് 100 രൂപ വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങി ഒഴിക്കുക. പിന്നെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടറിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണാൻ പറ്റും, കുറേ സിമ്പിൾ കാണാൻ പറ്റും. ഒരു 5-6 ഉണ്ടാവും. ഓരോ ഇൻവെർട്ടറിനെ പൊരുത്ത് ഓരോന്നായിരിക്കും. അപ്പോൾ ഇവിടെ മെയിൻ ചാർജിങ് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിക്കേറ്റർ കത്തി കിടക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും കത്തി കിടക്കണം, അത് എന്തിനാണെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കണക്ട് ചെയ്തിരിക്കുന്ന വയറാണ് കേട്ടോ. ഈ വയറിൻ്റെ അവിടെ ഈ നെട്ടും പോയിട്ട് ക്ലാവ് പിടിച്ചിട്ട് വല്ല പൊട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വയറൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതവിടെ പൊട്ടി വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ഓഫ് ചെയ്തിട്ട് ഇൻവെർട്ടറൊക്കെ ഓഫ് ചെയ്ത് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഷോക്കൊന്നും അടിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻവെർട്ടറിൽ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെർട്ടറിൻ്റെ ആ പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ആക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടിട്ടൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു സൗണ്ട്, ഒരു ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ കുറേ കാലമായിട്ട് നമ്മൾ ആ ബട്ടൺ അമർത്താതിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവുമെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാസം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ കുറേ കാലം നമുക്ക് ലൈഫ് കിട്ടും. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ലെവലാണ്. വാട്ടർ ലെവൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാറ്ററി കംപ്ലയിൻറ്റ് വരും പെട്ടെന്ന്. അതുപോലെ ചാർജിങ് നടന്നുകൊണ്ടേയിരിക്കും. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ബാറ്ററി ഇൻവെർട്ടർ ഓട്ടോമാറ്റിക് കട്ടാവും ബാറ്ററിയിലേക്ക് പോകുന്ന പവർ. പക്ഷേ ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ BB ബില്ല് കൂടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. എന്നാലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ ഒരുപാട് നേരം പവർ എടുത്തുകൊണ്ടേയിരിക്കും. ഫുൾ ടൈം പവർ എടുത്തിട്ട് നമ്മൾ ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിലെ EB ബില്ല് കൂടാൻ മെയിൻ ഒരു കാരണം നമ്മൾ വാട്ടർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടെങ്കിലും EB ബില്ല് അങ്ങനെ കൂടുതൽ വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്